ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാട്ടോ ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. തൊണ്ടയിൽ എന്തോ വല്ലാത്ത വിമിഷ്ടം. വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ അങ്ങനെ വരട്ടെ. അപ്പൊ ഈ ഗെയിം കൊണ്ടാണ് പുള്ളി ഇതൊക്കെ സാധിച്ചത്. സ്വന്തം ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ചതിച്ചുകൊണ്ടാകരുത് നമ്മൾ കാശുണ്ടാക്കാൻ. അവർ കാരണമാണ് നിങ്ങൾ ഇത്രയും നിലയിലൊക്കെ എത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉടായിപ്പോയൊക്കെ കാശുണ്ടാക്കാൻ സാധിക്കുന്നത്. അല്പം അവരോടൊരു പ്രതിബദ്ധത കാണിക്കുക, അല്പം അവരോടൊരു സ്നേഹം കാണിക്കുക. സ്മോളും ബിഗും ഒക്കെ തിരഞ്ഞെടുത്ത് അവസാനം ബിഗ് കുഴിയിലായിരിക്കും ഇത് കളിക്കുന്നവർ പോയി വീഴുന്നത്. സ്മാൾ കുഴി പോലും ആവത്തില്ല. എന്താ പറയേണ്ടത്? നമസ്കാരം സുഹൃത്തുക്കളെ. ഈ നാട്ടിൽ പല ആളുകളും പറ്റിക്കപ്പെടുന്നുണ്ട്, എസ്പെഷ്യലി കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ്. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ്. അവരുടെയൊക്കെ ഐഡൽസ് മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും അങ്ങനെയൊന്നുമല്ല. അവരുടെയൊക്കെ ഐഡൽസ് ചിലപ്പോൾ പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അവരൊക്കെയാണ് അവരുടെ ഐഡൽസ് ആയിട്ട് അവർ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ കാണിക്കുന്നത് അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇമ്പാക്ട് വലുതാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. അതിന് റീസെന്റ് ആയിട്ട് വന്നൊരു ഉദാഹരണമാണ് ഫസ്മീന സാക്കിർ. ഈ നാട്ടിൽ ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ കാണിച്ച് ആളുകളെ പറ്റിച്ച് സാധനങ്ങൾ വിറ്റുപോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ പ്രചാരത്തിൽ എത്തിക്കുന്ന ഒരു രീതി അത് ഉണ്ട്. യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പണ്ട് ഈ ആംവേയുടെ ആളുകൾ എൻ്റെ ഓടി കാർ പുറത്ത് കിടപ്പുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സാധനം വിൽക്കുമല്ലോ. അമ്മാതിരി പരിപാടിയാണ്. ഇവരുടെ ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ കാണിക്കും, എന്നിട്ട് അതുവഴി ഗെയിംസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മളെപ്പോലെ കുറച്ചുകൂടെ മുതിർന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടികൾ ഇതൊക്കെ വിശ്വസിച്ച് അവരുടെ കാശ് കൊണ്ടുപോയി കളയുന്ന ഒരു അവസ്ഥ അത് കേരളത്തിലുണ്ട്. ഇപ്പം ഫസ്മീന സാക്കിറിന്റെ കല്യാണമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊമോഷൻസ് നമ്മുടെ ഫസ്മീന സാക്കിർ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ അല്ല. എന്താണ് ഫസ്മീന സാക്കിർ കാണിച്ചത് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. പ്രമാണിച്ച് ഓക്ക് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഓക്ക് ഡ്രസ്സ് എടുക്കുകയെന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. ദുനിയാവിൽ ഒരു ഡ്രസ്സ് ഓക്ക് പറ്റില്ല. അങ്ങനത്തെ ഇടങ്ങാറാണ് ഓക്ക് ഡ്രസ്സ് എടുക്കൽ. ലാസ്റ്റ് ഞാൻ കൈ ഒഴിഞ്ഞു. അവിടെ ഒരു വട്ട സമ്മേളനം കൂടിയിട്ട് പോലും ഓക്ക് ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യില്ല. പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനൊരു കുർത്ത അങ്ങ് സെലക്ട് ആക്കി. പിന്നെ ഉമ്മയ്ക്ക് പർദ്ദ എടുക്കാൻ പോയി. അതും ചടപടേന്ന് നടന്നു. പിന്നെ ഇത്താക്ക് ഡ്രസ്സ് എടുക്കാൻ അടുത്ത കടയിൽ പോയി. അവിടെ നിന്നിട്ട് ഓക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല. ലാസ്റ്റ് ഓളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ചെന്നു ഞങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോയി. എന്നിട്ട് അത് അങ്ങനെ സ്ലിപ്പായി ഗെയിമിലോട്ട് വീഴുകയാണ്. ഇതിന്റെ പുറകെ നല്ലൊരു പാട്ട് മ്യൂസിക്കും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കാൻ നല്ല എളുപ്പമാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അമ്മാതിരി പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. കല്യാണമാണ്, ചെലവുകളൊക്കെ ഉണ്ട്, എല്ലാം മനസ്സിലാവും. പക്ഷെ ആളുകളെ പറ്റിച്ചാവരുത് സ്വന്തം കാര്യം നടത്താൻ. അതും എസ്പെഷ്യലി കല്യാണമൊക്കെ. ഇവരെയൊക്കെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നവരെ പറഞ്ഞാൽ മതി. എന്താ ഇതിനൊക്കെ ഇപ്പോൾ പറയാം. ഈ ഗെയിമിൻ്റെ ഒക്കെ പേര് തേങ്ങ, മാങ്ങ, ചക്ക. എന്ത് ഗെയിമാണ് ഇത്? ഏത് തരത്തിൽ ഗെയിം എന്ന് പറയാൻ പറ്റും? ഗാംബ്ലിംഗ് സെറ്റ് ഫോർ ദെയർ ബെനിഫിറ്റ്സ്. ഈ ഗെയിം ഉണ്ടാക്കിയവരുടെ ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു പരിപാടി. ഇത് ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ കളർ പ്രൊഡിക്ഷൻ ആണ് വിൻഗോയിലുള്ളത്. അപ്പം 3 സ്മോൾ അടുപ്പിച്ച്, അതുകൊണ്ട് ബിഗ് ആയിരിക്കും അടുത്തത്. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ 10,000 രൂപ ബെറ്റ് ചെയ്തു. സ്മോളും ബിഗും ഒക്കെ തിരഞ്ഞെടുത്ത് അവസാനം ബിഗ് കുഴിയിലായിരിക്കും ഇത് കളിക്കുന്നവർ പോയി വീഴുന്നത്. സ്മാൾ കുഴി പോലും ആവത്തില്ല. എന്താ പറയേണ്ടത്? ഒട്ടും സ്വന്തം ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോട് പ്രതിബദ്ധതയില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ്. അല്ലാതെ വേറെ എന്താ ഇതിനെപ്പറ്റി പറയേണ്ടത്? ഇവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്നത് നിന്റെ അക്കൗണ്ടിലല്ല ഞാൻ കൊണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് നീ കാശ് കൊണ്ട് തരൂ, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നത്. വല്ലാത്ത ജാതി ഇഷ്ടം. ആദ്യമായിട്ട് കളിക്കുന്നവർ ഇത്ര എമൗണ്ട് ഒന്നും ബെറ്റ് ചെയ്യൽ, ചെറിയ എമൗണ്ട് ബെറ്റ് ചെയ്യുക. അപ്പം ടൈമർ ഉണ്ട്, എനിക്ക് പൈസ കിട്ടി ഗൈസ്. ആ മനസ്സ് അത് കാണാതെ പോകരുത്. വലിയ എമൗണ്ട് ഒന്നും ബെറ്റ് ചെയ്ത് ചെറിയ എമൗണ്ട് ബെറ്റ് ചെയ്യണമെന്ന് അത്രയെങ്കിലും പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ചെറിയ എമൗണ്ടേ പോകത്തുള്ളൂ. സത്യം പുറത്ത് പറയുക. ഇതിൽ കൂടെ വിജയിച്ച എമൗണ്ട് കൊണ്ടാണോ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഈ ഗെയിം കൊണ്ട് തന്ന അവരുടെ നിങ്ങൾ വാങ്ങിച്ച കാശ് കൊണ്ടാണോ? എന്തിനാണ് ഇങ്ങനെ ഉടായ്പ കാണിക്കുന്നത്? ഇതിനൊക്കെ എന്താണ് ഗൈസ് പറയേണ്ടത്? വേറൊരു വീഡിയോ കൂടെ ഇവർ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ എൻ്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. സോ ഐ തോട്ട് ഐ ഗോ ടു ഡ്രസ്. കഷ്ടം തന്നെ ഫസ്മീനയുടെ അവസ്ഥ. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സൈറ്റ് കാണിച്ചു തരത്തില്ല, പക്ഷേ കുറേ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ.
സോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ചു. എന്താണെന്ന് അറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു. ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പോൾ വെയിലാണ് നിൽക്കാൻ കരിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ ഇത് നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരുന്നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അതായത് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. തൊണ്ടയിൽ എന്തോ വല്ലാത്ത വിമിഷ്ടം. വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ. ഇഷ്ടംപോലെ പൈസ കൊടുത്തോണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ അങ്ങനെ വരട്ടെ. അപ്പോൾ ഈ ഗെയിം കൊണ്ടാണ് പുള്ളി ഇതൊക്കെ സാധിച്ചത്. എൻ്റെ ബയോയിൽ ഡ്യൂവിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഇന്ന് മൈൻസ് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കുന്നത്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഗെയിം ഇൻ ദിസ്. ഒരു തട്ടിപ്പ് ഗെയിമിന്റെ പ്രൊമോഷൻ അല്ല, പല തട്ടിപ്പുകളുടെ ഗെയിമിന്റെ പ്രൊമോഷൻസ് ഉണ്ട്. മൈൻസ്, ക്നാപ്പ്, മറ്റേത് മറിച്ചേത്, ഇങ്ങനെ എത്ര ആടി. ഇത് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. കല്യാണം, ബർത്ത്ഡേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കേരളത്തിൽ നല്ല വിപണിയാണെന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ആരെയൊക്കെ ഏതൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഈ കല്യാണത്തിൽ കൂടെ കടന്നു പോകുന്നത്, കൊച്ചുണ്ടാവാൻ പോകുന്നത്, അതൊക്കെ നോക്കി വെച്ചിട്ട് അവർക്കിത് പ്രൊമോട്ട് ചെയ്യുക. നല്ല വ്യൂസ് കിട്ടും, നല്ല രീതിയിൽ ഈ ഉടായ്പ് ഗെയിമുകളൊക്കെ റീച്ച് ആവും. എന്താണ് അവസ്ഥ? അതിന് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തലവെച്ച് കൊടുക്കും. ഇങ്ങനെ എന്താ പറയേണ്ടത് ഇതിനെ പറ്റിയൊക്കെ ബാക്കിയാണ്. അപ്പോൾ മൈൻസ് നമ്മൾ വെറുതെ കോയിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ കിട്ടും. ഇതിൻ്റെ ബാലൻസ് 200 ആയിരുന്നു. വെറുതെ കോയിൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമേ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ ലീഗലാക്കി പാവപ്പെട്ടവർക്കൊക്കെ ഈ ഗെയിംസ് കൊടുക്കണം. നമ്മുടെ രാജ്യം ഡെവലപ്ഡ് കൺട്രി ആവട്ടെ. കോയിനെ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടും. 100 രൂപ ബെറ്റ് ചെയ്ത് മൈൻസിൻ്റെ എണ്ണം 2 ആണ് ഇട്ടേക്കുന്നത്. മൈൻസിൻ്റെ എണ്ണം കുറയ്ക്കുന്നതനുസരിച്ച് നമ്മൾ മൈൻസ്, അതായത് ബോംബ് കുത്താൻ ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾ മാക്സിമം കുറച്ചിടുക. ആൻഡ് ഓൾസോ ഒരു 3 കുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇമാതിരി ബോംബൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊന്നും ഇടരുതെന്നാണ്. നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കരുത്. നിങ്ങൾ കാരണം ഇൻഫ്ലുവൻസ് ആവുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ടീനേജേഴ്സാണ്. അപ്പം ഇതൊക്കെ കളിച്ച് അവരുടെ കാശായിരിക്കും പോകുന്നത്. അല്പം മനസാക്ഷി വേണം. കാശ് മാത്രം നോക്കി പോകരുത്. ഉള്ള റെഡ് ബട്ടൺ ഞെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ എങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് വെരി ഈസി ടു പ്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും കളിക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടെലിഗ്രാം ചാനലിൽ ലിങ്കും ഉണ്ട്. അപ്പോൾ പ്ലേ ആൻഡ് വിൻ ഗൈസ്. ദിസ് ഈസ് വെരി ഈസി ടു പ്ലേ. ദിസ് ഈസ് വെരി ഈസി ടു ലൂസ് മണി ഓൾസോ. ഇതിനൊക്കെ ഇപ്പം എന്താ പറയുക? ഇങ്ങനെ കുറേ എണ്ണം ഇതങ്ങ് പ്രൊമോട്ട് ചെയ്യുക. ചിലരൊക്കെ ടെലിഗ്രാം വരെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അങ്ങ് പ്രൊമോട്ട് ചെയ്യുക. ചിലരൊക്കെ ഇതിൻ്റെ ഏജൻ്റായിട്ട് അങ്ങ് മാറുക. യൂട്യൂബ്, നമ്മുടെ നാട്ടിലുള്ള ഈ ഉടായ്പ യൂട്യൂബേഴ്സ് ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിലൊക്കെ പോയി ചാടാതിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഫസ്മിനെ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ചതിച്ചുകൊണ്ടാകരുത് നമ്മൾ കാശുണ്ടാക്കാൻ. അവർ കാരണമാണ് നിങ്ങൾ ഇത്രയും നിലയിലൊക്കെ എത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉടായ്പ വഴിയൊക്കെ കാശുണ്ടാക്കാൻ സാധിക്കുന്നത്. അല്പം അവരോടൊരു പ്രതിബദ്ധത കാണിക്കുക, അല്പം അവരോടൊരു സ്നേഹം കാണിക്കുക. അവരുടെ കാശ് കളയാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.